ഓരോ പ്രധാന അധ്യാപകരും അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് ലീവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സംശയം വന്നാൽ അല്ലെങ്കിൽ ലീവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയേണ്ടതുണ്ടെങ്കിൽ എവിടെ നോക്കണം? KSRലെ പാർട്ട് ഫസ്റ്റിലെ റൂൾ 61 മുതൽ 124 വരെയുള്ള റൂളുകളിൽ നോക്കണം. അതുകൂടാതെ അപ്പൻഡിക്സ് 7, അപ്പൻഡിക്സ് 8, അപ്പൻഡിക്സ് 12A, അപ്പൻഡിക്സ് 12B, അപ്പൻഡിക്സ് 12C എന്നിവിടങ്ങളിലും നോക്കണം. അതുകൂടാതെ എയ്ഡഡ് സ്കൂൾ അധ്യാപകരാണെങ്കിൽ KERലെ ചാപ്റ്റർ 14A റൂൾ 56 മുതൽ 60 വരെയുള്ള റൂളുകളും റെഫർ ചെയ്യണം. ലീവിനെ കുറിച്ച് നമുക്കൊരു സംശയം വന്നാൽ നോട്ട് ചെയ്തോളൂ. ലീവിനെ കുറിച്ച് നമുക്കൊരു സംശയം വന്നാൽ എവിടെ നോക്കണം? റൂൾ 61 മുതൽ 124 വരെയുള്ള റൂളുകളിലും അതുപോലെ അപ്പൻഡിക്സ് 7 കാഷ്വൽ ലീവ് സംബന്ധമായ നിയമങ്ങൾ, അപ്പൻഡിക്സ് 8 ലിമിറ്റഡ് പീരീഡിലേക്ക് നിയമിക്കപ്പെട്ടവരുടെ ലീവ് സംബന്ധമായ നിയമങ്ങൾ, അപ്പൻഡിക്സ് 12A സ്വദേശത്തോ വിദേശത്തോ മറ്റ് ജോലി സ്വീകരിക്കുന്നതിന് അനുവദിക്കുന്ന LWA, അപ്പൻഡിക്സ് 12B 2 വർഷത്തിൽ കുറഞ്ഞ സർവീസ് ഉള്ളവർക്ക് പഠനാവശ്യാർത്ഥം അനുവദിക്കുന്ന LWA, അപ്പൻഡിക്സ് 12C ജോയിനിങ് സ്പൗസ്. ഈ പറഞ്ഞ അപ്പൻഡിക്സുകളിലും റൂൾ 61 മുതൽ 124 വരെയുള്ള റൂളുകളിലുമാണ് ലീവിനെ കുറിച്ച് വിശദീകരിച്ചിട്ടുള്ളത്. എയ്ഡഡ് സ്കൂൾ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം റൂൾ 56 മുതൽ 60 വരെയുള്ള റൂളുകളിലും ലീവിനെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അത് ക്ലിയർ ആണല്ലോ? ശരി, ഇനി നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ലീവുമായി ബന്ധപ്പെട്ട പൊതുവായ നിയമങ്ങളാണ്. ലീവിന്റെ ജനറൽ കണ്ടീഷൻസ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ലീവിനെ കുറിച്ചുള്ള ജനറൽ കണ്ടീഷൻസ് മനസ്സിലാക്കിയതിനു ശേഷം ഓരോ ലീവിനെ കുറിച്ചും നമുക്ക് വിശദമായി പഠിക്കേണ്ടതുണ്ട്. നേരത്തെ ടീച്ചർ ചോദിച്ച ചില ചോദ്യങ്ങളൊക്കെ ഉണ്ടല്ലേ, ഏൺ ലീവ് എങ്ങനെ എടുക്കാമെന്നും അത് സറണ്ടർ ചെയ്യുന്നത് എങ്ങനെയാണെന്നും ഒക്കെ, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓരോ ലീവിനെ കുറിച്ചും നമുക്ക് വിശദമായി പഠിക്കേണ്ടതുണ്ട്. ലീവ് ജനറൽ കണ്ടീഷൻസ്. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് റൂൾ 63 നോട്ട് 2. നമ്മളെല്ലാ റൂളും നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. ഒരു ടീച്ചറുമായിട്ട് അല്ലെങ്കിൽ ഒരു ഹെഡ് മാസ്റ്ററുമായിട്ട് ബന്ധപ്പെടാൻ സാധ്യതയുള്ള എല്ലാ റൂളുകളും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഒന്നും വിട്ടുകളയുന്നില്ല. പ്രസക്തമല്ലാത്ത കാലഹരണപ്പെട്ട റൂളുകൾ മാത്രമേ നമ്മൾ ഒഴിവാക്കുന്നുള്ളൂ. റൂൾ 63 നോട്ട് 2 നമ്മൾ അറിഞ്ഞു വെക്കേണ്ടതാണ്. ഒരാൾ സർവീസിൽ നിന്ന് റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ പാസ്റ്റ് സർവീസ് മുഴുവനും നഷ്ടപ്പെടും. റെസിഗ്നേഷൻ ഓഫ് പബ്ലിക് സർവീസ് എൻറ്റൈൽ ഫോർഫീച്ചർ ഓഫ് പാസ്റ്റ് സർവീസ്. ഒരാൾ സർവീസിൽ നിന്ന് റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ പാസ്റ്റ് സർവീസ് മുഴുവൻ നഷ്ടപ്പെടും, ക്ലീൻ സ്ലേറ്റ് ആവും. പക്ഷേ മറ്റൊരു ജോലി സ്വീകരിക്കാൻ വേണ്ടി റിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഡസൻറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ ഇന്ററപ്ഷൻ, അതൊരു ഇന്ററപ്ഷൻ ആയി കണക്കാക്കില്ല. ഇപ്പോ ഒരു LPST, ഒരു ഗവൺമെന്റ് സ്കൂൾ LPST ആയി ജോലി ചെയ്യുന്ന ടീച്ചർ, അവര് B.Edഉം ഒക്കെ എടുത്തിരുന്നു. അവർക്ക് മറ്റൊരു ജില്ലയിൽ HST ആയി നിയമനം കിട്ടി. ഇവിടുന്ന് എന്ത് ചെയ്യുന്നു? റെസിഗ്നേഷൻ ലെറ്ററിൽ പ്രത്യേകം പറയുന്നു, റെസിഗ്നേഷൻ ടു ടേക്ക് അപ്പ് അനദർ അപ്പോയിന്റ്മെന്റ്. മറ്റൊരു ജോലി സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ
റിസൈൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് റെസിഗ്നേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സർവീസിൽ ബ്രേക്ക് വരുന്നില്ല. ഇറ്റ് ഡസ് നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ ഇന്ററപ്ഷൻ. ഇതുവരെ അദ്ദേഹം ഏൺ ചെയ്ത ലീവും സർവീസും ഒക്കെ അതേപോലെ നഷ്ടപ്പെടും, അതേപോലെ നിലനിൽക്കും, നഷ്ടപ്പെടില്ല. റെസിഗ്നേഷൻ ടു ടേക്ക് അപ്പ് അനദർ അപ്പോയിന്റ്മെന്റ് ഡസ് നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ആൻ ഇന്ററപ്ഷൻ. എന്നാൽ ഇതൊന്നും പറയാതെ, എനിക്ക് മറ്റൊരു ജോലി സ്വീകരിക്കാനൊന്നും പറയാതെ ഒരാള് ഞാൻ എൻ്റെ വ്യക്തിപരമായ ആവശ്യാർത്ഥം സർവീസ് റിസൈൻ ചെയ്യുന്നു എന്ന് പറഞ്ഞൊരു റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തു കഴിഞ്ഞാൽ അതോടുകൂടി അദ്ദേഹത്തിന്റെ പാസ്റ്റ് സർവീസ് മുഴുവൻ പോയി പോകും, മുഴുവൻ നഷ്ടപ്പെടും. പിന്നീട് ഞാൻ അത് മറ്റൊരു ജോലി സ്വീകരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു, അത് എന്നോട് എഴുതാൻ വിട്ടുപോയാന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഗവൺമെന്റ് സ്കൂൾക്ക് പോവാണെങ്കിലോ, എയ്ഡഡ് സ്കൂളിൽ നിന്ന് ഗവൺമെന്റ് സ്കൂളിൽ പോകുമ്പോൾ അതെന്താണ്, ഇന്ററപ്ഷൻ തന്നെയാണ്. പക്ഷേ നമ്മുടെ ഈ സർവീസ്, എയ്ഡഡ് സ്കൂൾ സർവീസ് പെൻഷന് പരിഗണിക്കും, ഒരേ ടൈം സ്കെയിലുള്ളതാണെങ്കിൽ ഗ്രേഡിന് പരിഗണിക്കും. പക്ഷേ അതുവരെ ഇദ്ദേഹം ഏൺ ചെയ്ത ലീവും മറ്റ് ആനുകൂല്യങ്ങളും നഷ്ടപ്പെടും. ആകെ സംരക്ഷിച്ചു കിട്ടുന്നത് ഈ സർവീസ് കൂട്ടി അദ്ദേഹത്തിന് പെൻഷൻ കൊടുക്കും. ഒരേ ടൈം സ്കെയിലുള്ള നിയമനമാണെങ്കിൽ ആ പീരീഡ് കൂട്ടി ഗ്രേഡും നൽകും, ഹയർ ഗ്രേഡും. കമ്മ്യൂട്ടഡ് ലീവ് കിട്ടുമോ? എയ്ഡഡ് ഗവൺമെന്റിലേക്ക് പോകുമ്പോൾ കമ്മ്യൂട്ടഡ് ലീവ് കൂട്ടുമോ? ഇല്ല, പരിഗണിക്കില്ല, ഒന്നും പരിഗണിക്കില്ല. ഗവൺമെന്റ് ടു ഗവൺമെന്റ്, ഗവൺമെന്റ് ടു ഗവൺമെന്റ് മറ്റൊരു ജോലി സ്വീകരിക്കാനുള്ള റെസിഗ്നേഷൻ ഒരു ഇന്ററപ്ഷനായി കണക്കാക്കില്ല. മ്യൂട്ടാവും. ശരി, എല്ലാ അധ്യാപകരും മ്യൂട്ടാവൂ. എല്ലാ അധ്യാപകരും അതോടൊപ്പം പ്രധാന അധ്യാപകരും അറിഞ്ഞു വെക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട റൂളാണ് റൂൾ 65. നിർബന്ധമായും അധ്യാപകർ അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റാഫ് കൗൺസിലൊക്കെ വിളിക്കുമ്പോൾ അവിടെ ചർച്ച ചെയ്യപ്പെടണം. ഞാൻ ഇങ്ങനെ ഒരു ക്ലാസ്സിൽ ഒരു കാര്യം കേട്ടു, ഇതുവരെ ഞാനും വിചാരിച്ചത് എന്താണ്, നമ്മുടെ ക്രെഡിറ്റിലുള്ള ലീവ് അത് എടുക്കേണ്ടത് എൻ്റെ ഒരു അവകാശമാണ് എന്നൊക്കെയായിരുന്നു ഞാൻ വിചാരിച്ചത്. ഒരു ക്ലാസ് കേട്ട സംഗതി എന്തായാലും നിങ്ങളോട് പറയാതിരിക്കാൻ വയ്യ. നമ്മൾ പല തെറ്റായ ധാരണകളൊക്കെ വെച്ച് പുലർത്തുന്ന നോക്കുന്നൊക്കെ ഒരു ആമുഖത്തോടു കൂടി നമ്മുടെ സ്റ്റാഫ് മീറ്റിംഗിൽ നമ്മൾ പറയണം, ലീവ് കനോട്ട് ബി ക്ലെയിംഡ് ആസ് എ മാറ്റർ ഓഫ് റൈറ്റ്. ലീവ് ആരുടെയും അവകാശമല്ല, ലീവ് ആരുടെയും അവകാശമല്ല. അനുവദിച്ചാൽ മാത്രം എടുക്കാവുന്നതാണ് ലീവ്. എന്ന ആരോടെങ്കിലും ഒരു ദേഷ്യമുണ്ട്, അയാൾക്ക് ലീവ് ചോദിച്ചു കൊടുക്കാതിരിക്കാനാവില്ല. വെൻ എക്സിജൻസീസ് ഓഫ് പബ്ലിക് സർവീസ് ഓർ റിക്വയർ, ഇദ്ദേഹത്തിന്റെ സേവനം പബ്ലിക് സർവീസിന് അത്യാവശ്യമാണെന്നാണ് കാണുകയാണെങ്കിൽ ലീവ് സാങ്ഷനിങ് അതോറിറ്റിയുടെ ഡിസ്ക്രിപ്ഷനാണ് ടു റെഫ്യൂസ് ലീവ്, ലീവ് നിരസിക്കാം. അല്ലെങ്കിൽ റിവോക്ക് ലീവ്, ലീവ് റദ്ദ് ചെയ്ത് അദ്ദേഹത്തെ തിരികെ വിളിക്കാം. ഇതൊക്കെ ലീവ് സാങ്ഷനിങ് അതോറിറ്റിയുടെ അധികാരത്തിൽപ്പെട്ടതാണ്. എപ്പോൾ മാത്രം പബ്ലിക് സർവീസ് സോ റിക്വയർ, അപ്പോൾ മാത്രം. അല്ലാതെ കഴിഞ്ഞ സ്റ്റാഫ് മീറ്റിംഗിൽ എന്നോട് ഇച്ചിരി ദേഷ്യത്തിൽ പറഞ്ഞിരുന്നു, അല്ലെങ്കിൽ എന്നെ ആ മീറ്റിംഗ് വെച്ച് കുറച്ചൊക്കെ ഒന്ന് എനിക്ക് ഇൻസൾട്ട് ആയിട്ടുണ്ട് എന്നാ ഇയാളെ ഞാൻ കാണിച്ചു തരാം, ലീവ് ചോദിക്കുമ്പം ഞാൻ റൂൾ 65 പ്രയോഗിക്കും എന്ന് വിചാരിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ. ലീവ് കനോട്ട് ബി ക്ലെയിംഡ് ആസ് എ മാറ്റർ ഓഫ് റൈറ്റ്. ലീവ് ആരുടെയും അവകാശമല്ല. പബ്ലിക് സർവീസിന് അത്തരത്തിൽ ഒരാളുടെ സേവനം ആവശ്യമുണ്ടെങ്കിൽ, ഹിന്ദി പരീക്ഷ നടക്കുകയാണ്, ആകെ ഒരു ഹിന്ദി ടീച്ചറേ ഉള്ളൂ, മറ്റാർക്കും ഹിന്ദി അറിയില്ല, അന്ന് അവർക്ക് ലീവ് വേണം. ഹിന്ദി പരീക്ഷ നടക്കുന്ന ദിവസം എനിക്ക് ലീവ് വേണം എന്ന് പറഞ്ഞാൽ അന്നത്തെ പരീക്ഷയ്ക്ക് ബുദ്ധിമുട്ടാവും എന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവരുടെ ലീവ് റെഫ്യൂസ് ചെയ്യാം. അല്ലെ, ഹിന്ദി പരീക്ഷ ഒന്നും മനസ്സിലാക്കാതെ നേരത്തെ ലീവ് അനുവദിച്ചു പോയതാണ്. ഹിന്ദി പരീക്ഷ എന്നുള്ള ഒരു എക്സിജൻസി വരികയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ലീവ് റദ്ദ് ചെയ്ത് അയാളെ തിരികെ വിളിക്കാം. ഈ രണ്ട് കാര്യങ്ങളും ചെയ്യാം. അത് ക്ലിയർ ആയോ?
ലീവ് കനോട്ട് ബി ക്ലെയിംഡ് ആസ് എ മാറ്റർ ഓഫ് റൈറ്റ്. പബ്ലിക് സർവീസിന് ഒരാളുടെ സേവനം ആവശ്യമാണെങ്കിൽ ലീവ് റെഫ്യൂസ് ചെയ്യാം. ഇനി അതല്ല, പബ്ലിക് സർവീസിന് യാതൊരു തടസ്സവും ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് ലീവ് അനുവദിച്ചു കൊടുക്കാം. ഇനി ലീവ് അനുവദിച്ചു പിന്നീട് ഒരാവശ്യം അത്യാവശ്യം ഇദ്ദേഹത്തിന്റെ സേവനം ആവശ്യമാണെന്ന് കാണുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ലീവ് റദ്ദ് ചെയ്ത് അദ്ദേഹത്തെ തിരികെ വിളിക്കുകയും ചെയ്യാം. സർ, ഒരു ഡൗട്ട്. കാഷ്വൽ ലീവിന് ബാധകമാണോ? എങ്ങനെ? കാഷ്വൽ ലീവിനെ സംബന്ധിച്ചിടത്തോളം ഇതിനേക്കാൾ പ്രശ്നമാണ്. കാഷ്വൽ ലീവിന് ഇതിനേക്കാൾ നിയമം എന്താണ്, കുറച്ചും കൂടി റിജിഡ് ആണ്. അത് ഞാൻ കാഷ്വൽ ലീവ് പറയുമ്പോൾ പറയും. അപ്പൊ ഇത് കമ്മ്യൂണിറ്റി ലീവ് ആയിരുന്നാലും ഹാഫ് പേ ലീവ് ആയിരുന്നാലും ഇതേ നിയമം തന്നെയല്ലേ? ഏത് ലീവ് ആയിരുന്നാലും ലീവ് എന്നുള്ളത് നമ്മളെ മനസ്സിൽ വരണം. എപ്പോ ലീവ് എന്ന് പറയുമ്പോഴും റൂൾ 77 പറഞ്ഞ 5 ഓർഡിനറി ലീവ്സും 5 സ്പെഷ്യൽ ലീവ്സുമാണ്. എവിടെ ലീവ് എന്ന് പദം കണ്ടാലും നമ്മുടെ മനസ്സിൽ ഉടൻ വരണം ഇത് 5 ഓർഡിനറി ലീവ്സിനെ കുറിച്ചും 5 സ്പെഷ്യൽ ലീവ്സിനെ കുറിച്ചുമാണ് പറയുന്നത്. ഇനി കാഷ്വൽ ലീവിനെ കുറിച്ചോ സ്പെഷ്യൽ കാഷ്വൽ ലീവിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അവിടെ പ്രത്യേകിച്ച് പറയും ഇത് സ്പെഷ്യൽ കാഷ്വൽ ലീവ് അല്ലെങ്കിൽ കാഷ്വൽ ലീവ് എന്ന് പറയും. ലീവ് എന്ന് മാത്രം പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരണം എന്ത്, 5 ഓർഡിനറി ലീവ്സും 5 സ്പെഷ്യൽ ലീവ്സിനും ആണ് ഈ നിയമം ബാധകം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു ജീവനക്കാരൻ നിങ്ങളുടെ സ്കൂളിലെ ഒരു ടീച്ചർ 10 ദിവസത്തെ കമ്മ്യൂട്ടർ ലീവിന് അപേക്ഷ തന്നു. കേൾക്കുന്നില്ലല്ലോ. ഞാൻ പറയുന്നില്ലല്ലോ. നിങ്ങളുടെ സ്കൂളിലെ കേൾക്കാവോ? നിങ്ങളുടെ ഒരു സ്കൂളിലെ ടീച്ചറ് 10 ദിവസത്തെ LWA അപേക്ഷ തന്നു. 10 ദിവസത്തെ LWAക്ക് അപേക്ഷ തന്നു. ഹെഡ് മാസ്റ്റർ ഇദ്ദേഹത്തിന്റെ ഇദ്ദേഹത്തിന്റെ സർവീസ് ബുക്ക് എടുത്തിട്ട് ലീവ് അക്കൗണ്ട് പരിശോധിച്ചു. അയ്യോ, ഇഷ്ടം പോലെ ഹാഫ് പേ ലീവ് കാണുന്നുണ്ട്. എന്തിനാപ്പ ഇവര് LWA തന്നത്? അത് ഒരു കാര്യം ചെയ്യാം, ഹെഡ് മാസ്റ്റർ 10 ദിവസത്തെ കമ്മ്യൂട്ടർ ലീവ് അനുവദിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, ലീവ് സാങ്ഷൻ ചെയ്യുന്നു. ഹെഡ് മാസ്റ്റർ അറിയാം, ടീച്ചർക്ക് അറിയാത്തതുകൊണ്ടാണ്. 3 വർഷത്തിൽ കൂടുതൽ സർവീസ് ഉണ്ട്, വെറുതെ LWAക്ക് അപേക്ഷ തരണ്ട, വെറുതെ 10 ദിവസത്തെ സർവീസും പോക്കണ്ട, അതുപോലെ 10 ദിവസത്തെ ശമ്പളവും കളയണ്ട എന്നൊക്കെ ധരിച്ചു ഹെഡ് മാസ്റ്റർ 10 ദിവസത്തെ കമ്മ്യൂട്ടർ ലീവ് അനുവദിച്ചു. ഈ ഹെഡ് മാസ്റ്ററുടെ ഈ നടപടി ശരിയാണോ എന്നാണ് എന്റെ ചോദ്യം. എന്തുകൊണ്ട്? കാരണം റൂൾ 65-ന്റെ താഴെ ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട്, മാറ്റാനുള്ള അധികാരമില്ല. അപേക്ഷകന് മാത്രമേ ലീവിന്റെ ഇനം മാറ്റാൻ അനുവാദമുള്ളൂ. ഒരാൾക്ക് കമ്പ്യൂട്ടറിൽ ഇങ്ങനെ ഒരു LWA 10 ദിവസത്തെ അപേക്ഷ തന്ന നിങ്ങൾ അത് വെട്ടി 10 ദിവസത്തെ കമ്പ്യൂട്ടർ ലീവിന് അപേക്ഷയാക്കി മാറ്റരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉത്തമ ബോധ്യമുണ്ട് ഇത് ടീച്ചറ് അറിവില്ലായ്മ കൊണ്ട് തന്നതാണെങ്കിൽ ഈ അപേക്ഷ അവരുടെ കയ്യിൽ കൊടുത്തിട്ട് എന്ത് ചെയ്യണം, ഇങ്ങനൊരു കുഴപ്പം ഇതിനുണ്ട്, നിങ്ങൾ ഇത് തന്നെയാണോ ഉദ്ദേശിച്ചത്, അതല്ല കമ്പ്യൂട്ടർ ലീവിന് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണോ, അങ്ങനെയാണെങ്കിൽ ഒരു ലീവ് അപേക്ഷ മാറ്റിത്തരൂ എന്ന് നമുക്ക് സൗഹൃദത്തിൽ പറയാം. എന്നല്ലാതെ എന്ത് പറ്റില്ല, അപേക്ഷകൻ അപേക്ഷിച്ച ലീവ് അനുവദിക്കാം. ഇനി അതല്ല, പബ്ലിക് സർവീസിന് നിങ്ങളുടെ സേവനം ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ
ഹെഡ് ഓഫ് ദ ഓഫീസിന് ലീവ് നിരസിക്കാം, നിങ്ങളെ തിരിച്ചു വിളിക്കാം, ഒക്കെ ചെയ്യാം. പക്ഷെ എന്തു പറ്റില്ല? അപേക്ഷകൻ അനുവദിച്ച ലീവിന്റെ ഇനം മാറ്റാൻ പറ്റില്ല. അതാണ് ലീവിന്റെ ഇനം മാറ്റാൻ ആർക്ക് അധികാരമില്ല? അപേക്ഷകന് സോറി, ലീവ് സാങ്ഷനിങ് അതോറിറ്റിയായ ഹെഡ് മാസ്റ്റർക്ക് അധികാരമില്ല, അപേക്ഷകന് മാത്രമേ ആ അധികാരമുള്ളൂ. കഴിഞ്ഞ സ്റ്റാഫ് മീറ്റിംഗില് എന്തോ ചെറിയ പ്രശ്നത്തിന് കഴിഞ്ഞ സ്റ്റാഫ് മീറ്റിംഗ് സാറേ കേൾക്കാൻ വയ്യുണ്ടോ സാറേ? എന്താ കഴിഞ്ഞ സ്റ്റാഫ് മീറ്റിംഗിൽ വെച്ച് ഹെഡ് മാഷും അധ്യാപകനും തമ്മിൽ കുറച്ച് വർത്താനൊക്കെ ആയി. ഹെഡ് മാഷ് മനസ്സിൽ കരുതി ആയിക്കോട്ടെ കാണിച്ചു തരാം. അവിടുന്ന് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹം 10 ദിവസത്തെ കമ്മ്യൂട്ടൽ ലീവിന് അപേക്ഷ നൽകുന്നത്. 10 ദിവസത്തെ കമ്മ്യൂട്ടൽ ലീവിന് അപേക്ഷ നൽകുന്നു. നേരത്തെ ഹെഡ് മാഷ് ഒരു ദേഷ്യം ഇട്ടു. അദ്ദേഹം എന്താ ഒരു പണി കൊടുക്കാം, ഇദ്ദേഹത്തിന് 10 ദിവസത്തെ HPL അനുവദിക്കുന്നു. പാടുണ്ടോ? ഇല്ല. കാരണം എന്താണ്? ലീവ് സാങ്ഷനിങ് അതോറിറ്റിക്ക് ലീവ് അപേക്ഷിച്ച ലീവ് അദ്ദേഹത്തിന് അർഹതപ്പെട്ടതാണെങ്കിൽ അനുവദിച്ചു കൊടുക്കാം എന്നല്ലാതെ ലീവിന്റെ ഇനം മാറ്റാൻ ലീവ് സാങ്ഷനിങ് അതോറിറ്റിക്ക് യാതൊരു അധികാരവും ഇല്ലാത്തതാണ്. ആ 2 പോയിന്റ് നമ്മൾ ഓർമ്മിച്ചു നോക്കണം. ക്ലിയർ ആണോ? അതെ സാർ. ശരി. ഒരു സ്കൂളില് ഹെഡ് മാസ്റ്റർ ഉൾപ്പെടെ 4 അധ്യാപകരാണ് ഉള്ളത്. ഒരു സ്കൂളില് ഹെഡ് മാസ്റ്റർ ഉൾപ്പെടെ 4 പേർ. ഒരു വൈകുന്നേരം കാണാം മറ്റു 3 പേരും ഓരോ ലീവ് അപേക്ഷയുമായി വരുന്നു. നാളെ ഞാനും ലീവാണ്, ഞാനും ലീവാണ്, ഞാനും ലീവാണ്, ഞാനും കമ്മ്യൂട്ടർ ലീവ്, ഞാനും കമ്മ്യൂട്ടർ ലീവ്, ഞാനും കമ്മ്യൂട്ടർ ലീവാണ്. ഹെഡ് മാസ്റ്റർ ആലോചിച്ച് ഇവർ 3 പേരും പോയാൽ നാളെ ഞാൻ എങ്ങനെ ഈ സ്കൂൾ നടത്തും? എന്താ വഴി? ചിലരെങ്കിലും ധരിച്ചു വെച്ചിട്ടുണ്ട് ഭൂരിഭാഗം അധ്യാപകരും ലീവ് ആയാൽ സ്കൂളിന് അവധി കൊടുക്കാൻ പാടില്ല, സസ്പെൻഷൻ ഹെഡ് മാസ്റ്റർക്ക് ഉറപ്പാണ്. അങ്ങനെ ഒരു ധാരണ ആർക്കെങ്കിലും ഉണ്ടോ? ഈ ഗ്രൂപ്പിൽ പകുതിയിൽ കുറവ് അധ്യാപകരായ സ്കൂള് നേരത്തെ വിടാന്നുള്ള ഓപ്ഷൻ ഒരു ഓപ്ഷനും ഇല്ല. ഒരു ഓപ്ഷനും ഇല്ല. നേരത്തെ വിടാൻ ഓപ്ഷൻ ഇല്ല, സ്കൂളിന് അവധി കൊടുക്കാൻ ഓപ്ഷൻ ഇല്ല, ഒന്നിനും ഓപ്ഷൻ ഇല്ല. അതിനാ റൂൾ 65 നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. നിങ്ങളുടെ സ്ഥാപനം എന്താണ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ ഒരാൾ ലീവ് എടുക്കാൻ പാടില്ല. അതാണ് പബ്ലിക് സർവീസ് സോ റിക്വയർ എന്ന് പറഞ്ഞു ഓർക്കുന്നില്ലേ? നോക്കിയേ, ഇവിടെ നോക്കിയേ, പബ്ലിക് സർവീസ് സോ റിക്വയർ അല്ലേ? പബ്ലിക് സർവീസിന് അത്തരത്തിൽ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലീവ് റെഫ്യൂസ് ചെയ്യാം. പക്ഷെ അതൊരു ദേഷ്യം തീർക്കാനാവരുത് മാത്രം. സ്കൂളിൽ കുഴപ്പമുണ്ടാക്കാൻ പാടില്ല. ഒരു കാര്യമുണ്ട്, നിയമം പഠിക്കുന്നത് അതിനെക്കുറിച്ച് കൃത്യമായ വ്യക്തത വരുത്താനാണ്, അപ്പ കൊണ്ടുപോയി ഉപയോഗിക്കാനല്ല. പരമാവധി എന്താണ് സംയമനം പാലിക്കുക. ഒറ്റ കൈക്ക് മാത്രമേ മറ്റ് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. റെഡിയല്ലേ? അതെ സാർ. നമ്മൾ അറിഞ്ഞിരിക്കണം, ഒറ്റ കൈക്ക് മാത്രമേ വാളെടുക്കാൻ പാടുള്ളൂ. അപ്പൊ ഈ പറഞ്ഞത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടല്ലോ. 3 പേര് ഞാനും നാളെ ലീവാണ്, ഞാനും നാളെ ലീവാന്ന് പറയുന്നു.
എന്ത് ചെയ്യും? ഏറ്റവും അർജന്റ് ഉള്ള ആൾക്കാർക്ക് കൊടുത്തുകൂടെ ലീവ് സാർ? യെസ്, റൂൾ 121 അതിന് പരിഹാരമുണ്ട്. എന്താ പരിഹാരം? ഹെഡ്മാഷ് ആലോചിക്കാണ്, ഒരാളും കൂടെ വന്നാൽ ഞാൻ സ്കൂൾ നടത്താം. ഒരാളും കൂടെ വന്നാൽ എനിക്ക് സ്കൂൾ നടത്താൻ പറ്റും. 2 പേരുണ്ടെ നമുക്ക് നടത്തിക്കൊണ്ടുപോകാം. ആകെ 4 പേരേ ഉള്ളൂ. 2 പേരുണ്ടെങ്കിൽ ഓരോരുത്തരും ഓരോ ക്ലാസ് വീതം വെച്ച് നമുക്ക് സ്കൂൾ നടത്തിക്കൊണ്ടുപോകാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ ഹെഡ്മാഷ് എത്തി. അപ്പൊ എന്ത് വേണം? പറയൂ, എന്ത് വേണം? അത്യാവശ്യമുള്ളവർക്ക് ലീവ് കൊടുക്കും. ഒരാളുടെ ലീവ് നിരസിക്കേണ്ടി വരും അല്ലേ? ഒരാളുടെ ലീവ് നിരസിക്കേണ്ടി വരും. യെസ്, ആരുടെ ലീവ് നിരസിക്കും? ഫസ്റ്റ് ചോയ്സ്, ദ ഓഫീസർ ഹു ക്യാൻ ഫോർ ദ ടൈം ബീങ് ബെസ്റ്റ് ബി സ്പെയർഡ്. തൽക്കാലം ആരുടെ ലീവാണ് മാറ്റിവെക്കാൻ പറ്റുന്നത്, അത്യാവശ്യമില്ലാത്ത ആരുടേതാണ്, അയാളുടേത് മാറ്റിവെക്കാം. പ്രശ്നം തീർന്നില്ലേ? ദ ഓഫീസർ ഹു ക്യാൻ ഫോർ ദ ടൈം ബീങ് ബെസ്റ്റ് ബി സ്പെയർഡ്. 3 പേരുടേതും ഒരേപോലെ അത്യാവശ്യമാണ്. അപ്പൊ അടുത്ത എങ്ങനെയാണ്? ഇതെങ്ങനെ ടൈ ബ്രേക്ക് ചെയ്യണ്ടേ? 3 പേർക്കും ലീവ് വേണമെന്ന് പറഞ്ഞ് ഒരേ പിടുത്തം. ഒരാളെ നിർബന്ധമായും ഒരാളുടെ ലീവ് നിരസിച്ചേ പറ്റൂ. കാരണം ഒരാളെ കൂടെ ഇല്ലാതെ സ്കൂൾ നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല. ശരി, അടുത്ത ഓപ്ഷൻ എന്താണ്? 3 പേരുടേതും ഒഴിച്ചുകൂടാൻ പറ്റതാണെങ്കിൽ ആരുടെ ക്രെഡിറ്റിലാണോ കൂടുതൽ ലീവ് ഉള്ളത് അവർക്ക് ലീവ് കൊടുക്കുക. അപ്പൊ രണ്ടാമത്തേല് ഒരു പരിധി വരെ പ്രശ്നം തീരും. ഒന്നാമത്തത് കൊണ്ട് വളരെ മയത്തിൽ പ്രശ്നം തീർക്കാവുന്നതാണ്. ഇതിൽ ആരുടെ ആവശ്യമാണോ ഒരു ദിവസത്തേക്ക് അപ്പുറത്തേക്ക് മാറ്റി വെക്കാൻ പറ്റുന്നത് അത് പരിശോധിക്കുക. അയാളോട് പറയാം, തൽക്കാലം നിങ്ങൾ നാളെ ലീവ് എടുക്കണ്ട, മറ്റു 2 പേരും എടുക്കട്ടെ. നിങ്ങളത് മറ്റന്നാളത്തേക്ക് മാറ്റി വെക്കാൻ പറ്റുന്ന ആവശ്യമല്ലേ ഉള്ളൂ, കുഴപ്പമില്ല. 3 പേരുടേതും ഒരേപോലെ അത്യാവശ്യമാണെന്നുള്ള ഒരു എന്താ പറയാ അങ്ങനെ ഒരു സിവിയർ കണ്ടീഷൻ വന്ന അടുത്ത ഓപ്ഷൻ എന്താണ്? കൂടുതൽ ലീവ് അനുവദിച്ചു കൊടുക്കുക. ഇനി അതല്ല, ആരുടെയും ആവശ്യം മാറ്റിവെച്ചുകൂടാ, ഏതാണ്ട് ഒരുപോലെയാണ് എല്ലാവരുടെയും ക്രെഡിറ്റ് ലീവ് ഉള്ളത്. അടുത്തെന്താണ്? കഴിഞ്ഞ ലീവിന് ശേഷം സ്കൂളില് നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും സ്കൂളിന് വേണ്ടി അധ്വാനിക്കുകയും ചെയ്യുന്ന ആരാണോ അയാൾക്ക് ലീവ് കൊടുക്കുക. ദ എമൗണ്ട് ആൻഡ് ക്യാരക്ടർ ഓഫ് ദ സർവീസ് റെൻഡേർഡ് ബൈ ഈച്ച് ആപ്ലിക്കന്റ് സിൻസ് ഹി ലാസ്റ്റ് റിട്ടേൺ ഫ്രം ലീവ്. കഴിഞ്ഞ ലീവിന് ശേഷം പ്രവർത്തനം വിലയിരുത്തുമ്പോൾ മെച്ചപ്പെട്ട പ്രവർത്തനം കാഴ്ചവെച്ചത് ആരാണോ അയാൾക്ക് ലീവ് കൊടുക്കുക. അതും ഏതാണ്ട് ഒരുപോലെയാണെങ്കിൽ നേരത്തെ ആരെയെങ്കിലും ലീവിലിരിക്കുക റീകോൾ ചെയ്തിട്ടുണ്ടോ അവർക്ക് മുൻഗണന കൊടുക്കുക. ഒരു ലീവിലിരിക്കെ ലീവ് റദ്ദ് ചെയ്ത് തിരികെ വിളിക്കപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാൾക്ക് ലീവ് കൊടുക്കുക. അല്ലെങ്കിൽ അടുത്ത ലാസ്റ്റ് ഓപ്ഷൻ, നേരത്തെ ആരുടെയെങ്കിലും ലീവ് റെഫ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ മുൻഗണന കൊടുക്കുക. ഇങ്ങനെ ടൈ ബ്രേക്ക് ചെയ്യാം. ഈ പറഞ്ഞ 5 കണ്ടീഷനിലൂടെ മിക്കവാറും അങ്ങനത്തെ ഒരു അങ്ങനെയുള്ള ആ ഒരു കണ്ടിൻജൻസി നമുക്ക് മറികടക്കാൻ കഴിയും. കഴിയില്ലേ? ഇപ്പൊ ഞാൻ പറഞ്ഞ മനസ്സിലായോ? റൂൾ 65 പ്രകാരം ലീവ് ഒരാളുടെ റൈറ്റ് അല്ല. ഒന്ന്, പബ്ലിക് സർവീസിന് അത്തരത്തിലൊരു ആവശ്യമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ലീവ് അനുവദിക്കാം, അനുവദിക്കാതിരിക്കാം. ഇനി അനുവദിച്ചാൽ തന്നെ അനുവദിച്ച ലീവ് റദ്ദ് ചെയ്ത് തിരികെ വിളിക്കാനും ഹെഡ് ഓഫ് ദ ഓഫീസിന് അധികാരമുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞാലും ഒരു ലീവിന്റെ നാച്ചർ മാറ്റാൻ, സ്വഭാവം മാറ്റാൻ, കമ്മ്യൂട്ടർ ലീവിനെ ഹാഫ് പേ ലീവ് ആക്കാനും ഹാഫ് പേ ലീവിനെ കമ്മ്യൂട്ടർ ലീവ് ആക്കാനും LW ആക്കാൻ എന്താണോ അങ്ങനെയൊക്കെ മാറ്റാനുള്ള അധികാരം ആർക്ക് മാത്രമേ ഉള്ളൂ? അപേക്ഷകന് മാത്രമേ ഉള്ളൂ.
അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞത് ഒരാളുടെ ലീവ് നിഷേധിക്കേണ്ടി വന്നാൽ പബ്ലിക് സർവീസിന് അത്തരത്തിൽ ആവശ്യമുണ്ട് എന്ന് കണ്ടാൽ ലീവ് നിഷേധിക്കാൻ റൂൾ 65 പ്രകാരം ഹെഡ്മാർക്ക് അനുവാദം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ പ്രയോഗിക്കണം എന്നാണ് റൂൾ 121 പറയുന്നത്. അതെങ്ങനെ പ്രയോഗിക്കണം എന്ന് ഞാൻ ആവർത്തിക്കണം വേണ്ടല്ലോ. ആരുടെ ആവശ്യങ്ങളാണോ മാറ്റിവെക്കാൻ പറ്റുന്നത് തൽക്കാലം അയാളോട് ആവശ്യം മാറ്റിവെക്കാൻ പറയുക. ആർക്കും മാറ്റിവെക്കാൻ പറ്റില്ലെങ്കിൽ കൂടുതൽ ലീവ് ആരുടെ ക്രെഡിറ്റിലാണുള്ളത് അയാൾക്ക് ലീവ് അനുവദിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ അതും ഒരുപോലെയാണെങ്കിൽ കഴിഞ്ഞ ലീവ് പീരീഡിന് ശേഷം ഓരോരുത്തരുടെയും the amount and character of service rendered by each applicant അതും ഒരുപോലെയാണെങ്കിൽ നേരത്തെ ആരെയാണോ ലീവിലിരിക്കെ റീകോൾ ചെയ്തത് അയാൾക്ക് ലീവ് കൊടുക്കാം. അല്ലെങ്കിൽ നേരത്തെ ആർക്കാണോ ലീവ് നിരസിച്ചത് അവർക്ക് ലീവ് കൊടുക്കാം. ഇങ്ങനെ ഈ ഒരു ടൈപ്പ് ബ്രേക്ക് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഉണ്ട് സാർ. ഉണ്ട് സാർ. ഉറക്കം വരുന്നുണ്ടോ? ഇല്ല 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 സാർ മനസ്സിലാകുന്നുണ്ടല്ല. ഇനി അടുത്ത പറയാലോ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വ്യക്തല്ലേ? അതെ സാർ. ഇനി ഒരു ലീവ് പീരീഡിന് മുമ്പേ ഹോളിഡേയ്സ് വന്നാൽ ആ ഹോളിഡേയ്സ് നമുക്ക് പ്രിഫിക്സ് ചെയ്യാം. ഇനി ഒരു ലീവ് പീരീഡിന് ശേഷം ഹോളിഡേയ്സ് വന്നാൽ നമുക്ക് അഫിക്സ് ചെയ്യാം, അതല്ലെങ്കിൽ സഫിക്സ് ചെയ്യാം. ഏതൊരു ലീവ് പീരീഡിന് മുമ്പേയും ഹോളിഡേയ്സ് വന്നാൽ നമുക്കത് പ്രിഫിക്സ് ചെയ്യാം. പ്രിഫിക്സ് ചെയ്ത് ഡ്യൂട്ടി ആക്കി എടുക്കാം. ഏതൊരു ലീവ് പീരീഡിന് ശേഷം ഹോളിഡേയ്സ് വന്നാൽ അത് സഫിക്സ് ചെയ്ത് ഡ്യൂട്ടിയായി പരിഗണിക്കാം. സാറേ ഇതൊന്ന് ശരിക്കും പറഞ്ഞു തരൂ സാറേ. യെസ്. ഒന്നാം തീയതി സാറ്റർഡേ, 2 സൺഡേ, 3 മൺഡേ, 4 ട്യൂസ്ഡേ, 5 വെനസ്ഡേ, 6 തേഴ്സ്ഡേ, 7 ഫ്രൈഡേ, 8 സൺഡേ, 8 സാറ്റർഡേ, 9 സൺഡേ. ഒന്നും 2ഉം ഹോളിഡേ ആണ്, 8ഉം 9ഉം ഹോളിഡേ ആണ്. ഒരാള് തിങ്കൾ മുതൽ വെള്ളി വരെ കമ്മ്യൂട്ടർ ലീവ് എടുക്കുന്നു. ഒരാൾ 3-ാം തീയതി മുതൽ 7-ാം തീയതി വരെ തിങ്കൾ മുതൽ വെള്ളി വരെ കമ്മ്യൂട്ടർ ലീവ് എടുക്കുന്നു. ഇതാണ് ലീവ് പീരീഡ്. ഈ ലീവ് പീരീഡിന്റെ തൊട്ട് മുമ്പേ 2 ഹോളിഡേയ്സ് ഉണ്ട് അല്ലേ?
1ഉം 2ഉം ഹോളിഡേയ്സ് ആണ്. ഈ ലീവ് പീരീഡിന് തൊട്ടു മുമ്പേ 1ഉം 2ഉം ഹോളിഡേയ്സ് ആണ്. ഒരു ലീവ് പീരീഡിന്റെ തൊട്ടു മുമ്പേ ഹോളിഡേയ്സ് വന്നാൽ നമുക്കത് പ്രിഫിക്സ് ചെയ്യാം. അതിനുശേഷം 7-ാം തീയതി ഫ്രൈഡേ വരെ ഇദ്ദേഹം ലീവാണ്. 8ഉം 9ഉം നമുക്ക് സഫിക്സ് ചെയ്യാം. ശരി, എന്താണ് പ്രിഫിക്സും സഫിക്സും ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം? അപ്പൊ ഏത് ലീവ് പീരീഡിന്റെ മുമ്പേയും ഹോളിഡേയ്സ് വന്നാൽ പറഞ്ഞോളൂ, ഏത് ലീവ് പീരീഡിന്റെ മുമ്പേയും ഹോളിഡേയ്സ് വന്നാൽ പ്രിഫിക്സ് ചെയ്യാം, സഫിക്സ് ചെയ്യാം. പ്രിഫിക്സ് ചെയ്യണം. ചെയ്യാം. ശേഷം Prefix ഹോളിഡേയ്സ് ചെയ്യാം. വന്നാൽ സഫിക്സ്. എന്താണ് പ്രിഫിക്സും സഫിക്സും? ഒരു ലീവ് പീരീഡിന്റെ തൊട്ട് മുമ്പേ ഹോളിഡേയ്സ് വന്നാൽ അത് ആ പ്രിഫിക്സ് പീരീഡ് ഡ്യൂട്ടിയായി കണക്കാക്കി ആ ദിവസങ്ങളിൽ ശമ്പളവും അലവൻസിനും അദ്ദേഹത്തിന് അർഹത ഉണ്ടാവും. ഏതൊരു ലീവ് പീരീഡിന്റെ തൊട്ട് മുമ്പേ ഹോളിഡേയ്സ് വന്നാൽ അത് പ്രിഫിക്സ് ചെയ്യാം. പ്രിഫിക്സ് ചെയ്യുന്ന ഹോളിഡേയ്സ് ഡ്യൂട്ടിയായി കണക്കാക്കും. ആ ദിവസങ്ങളിൽ മുഴുവൻ ശമ്പളത്തിനും അർഹത ഉണ്ടാവും. അതേപോലെ ഒരു ലീവ് പീരീഡിന് ശേഷം ഹോളിഡേയ്സ് വന്നാൽ അത് സഫിക്സ് ചെയ്യാം. സഫിക്സ് ചെയ്യുന്ന ദിവസങ്ങൾ ഡ്യൂട്ടിയായി കണക്കാക്കും. ആ ദിവസങ്ങളിൽ മുഴുവൻ ശമ്പളത്തിനും അലവൻസിനും അർഹത ഉണ്ടായിരിക്കും. എങ്കിൽ ലീവ് എടുക്കുന്നത് കൊണ്ട് ശമ്പളത്തിൽ ഉണ്ടാവുന്ന വ്യത്യാസം എവിടെ മാത്രമേ ഉണ്ടാവൂ? ലീവ് പീരീഡിൽ മാത്രമേ ഉണ്ടാവൂ. ലീവ് എടുക്കുന്നത് കൊണ്ട് ശമ്പളത്തിലുള്ള മാറ്റം ലീവ് പീരീഡിൽ മാത്രം. ശമ്പളത്തിലും അലവൻസിലും ഉള്ള മാറ്റം എവിടെ മാത്രം? ലീവ് പീരീഡിൽ മാത്രമേ ഉണ്ടാവൂ. അപ്പൊ ഏതൊരു ലീവ് പീരീഡിന്റെ തൊട്ടു മുമ്പേയും ഹോളിഡേയ്സ് ഉണ്ടെങ്കിൽ അത് പ്രിഫിക്സ് ചെയ്യാം. പ്രിഫിക്സ് ചെയ്യുന്ന ഹോളിഡേയ്സ് ഡ്യൂട്ടിയായി കണക്കാക്കും. ആ പ്രിഫിക്സ് ചെയ്ത ഹോളിഡേയ്സ് ഡ്യൂട്ടിയായി കണക്കാക്കുന്നത് കൊണ്ട് ആ ദിവസങ്ങളിൽ മുഴുവൻ ശമ്പളത്തിനും അലവൻസിനും അർഹത ഉണ്ടാവും. അതേപോലെ ഒരു ലീവ് പീരീഡിന് ശേഷം ഹോളിഡേയ്സ് വന്നാൽ അത് സഫിക്സ് ചെയ്യും. സഫിക്സ് ചെയ്യുന്ന ദിവസങ്ങൾ ഡ്യൂട്ടിയായി കണക്കാക്കും. ആ ദിവസങ്ങളിൽ ഒരു ജീവനക്കാരന് മുഴുവൻ ശമ്പളത്തിനും അലവൻസിനും അർഹത ഉണ്ടാവും. ലീവ് എടുക്കുന്നത് കൊണ്ടുള്ള മാറ്റം, ഇപ്പോ 3-ാം തീയതി മുതൽ 7-ാം തീയതി വരെ ഒരാൾ ഹാഫ് പേ ലീവ് എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് പകുതി ശമ്പളം മാത്രമേ അർഹത ഉണ്ടാവൂ. എന്നാൽ 1ഉം 2ഉം പ്രിഫിക്സ് ചെയ്ത ദിവസം മുഴുവൻ ശമ്പളം ഉണ്ടാവും. 8ഉം 9ഉം സഫിക്സ് ചെയ്ത ദിവസം മുഴുവൻ ശമ്പളം ഉണ്ടാവും. ലീവ് എടുക്കുന്നത് കൊണ്ട് ശമ്പളത്തിൽ ഉണ്ടാവുന്ന മാറ്റം എവിടെ മാത്രമേ ഉണ്ടാവൂ? ലീവ് പീരീഡിൽ മാത്രമേ ഉണ്ടാവൂ. ടീച്ചർ എന്താ ചോദിച്ചേ? ഇപ്പൊ 8ഉം 9ഉം അവധി വന്നു, എന്തെങ്കിലും കാരണം കൊണ്ട് 10-ാം തീയതി വരാൻ കഴിഞ്ഞില്ലെങ്കിലോ? യെസ്. അപ്പൊ എന്താണ്? നിങ്ങളുടെ ലീവ് എവിടെ വരെ എടുക്കുന്നു? നിങ്ങളുടെ ലീവ് എവിടെ വരെ എടുക്കുന്നു? 7-ാം തീയതി വരെ. 10-ാം തീയതി വരണം. 10-ാം തീയതി മൺഡേ വരണം. 8ഉം 9ഉം കഴിഞ്ഞ് 10-ാം തീയതി വേണ്ടിയാണ് മൺഡേ വരണം. വരാൻ പറ്റിയിട്ടില്ലെങ്കിലോ? അദ്ദേഹത്തിന്റെ ലീവ് പീരീഡ് എന്ന് പറയുന്നത് എവിടെ മുതലാണ്? 3-ാം തീയതി മുതൽ 10-ാം തീയതി വരെയാണ്. 3-ാം തീയതി മുതൽ 10-ാം തീയതി വരെയാണ് ഇദ്ദേഹത്തിന്റെ ലീവ് പീരീഡ്. ലീവ് പീരീഡിന് ശേഷം വരുന്ന ഹോളിഡേയ്സ് മാത്രമേ നമുക്ക് സഫിക്സ് ചെയ്യാൻ അനുവാദമുള്ളൂ. ഇടയിൽ വരുന്ന ഹോളിഡേയ്സ് ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് പാർട്ട് ഓഫ് ലീവ്. അത് ലീവിന്റെ ഭാഗമായി കണക്കാക്കും. 10-ാം തീയതി ഒരു ലീവ് ആയിപ്പോയി. ഞാൻ അറിയാം, എന്തോ ഒരു ലീവ് പെട്ടെന്ന് വന്ന്, അങ്ങനെയാണെങ്കിലോ? അതായത് അന്നത്തെ ദിവസം എല്ലാവർക്കും അവധി പ്രഖ്യാപിച്ചതാണോ?
അങ്ങനെ വന്നാലോ? അങ്ങനെ വന്നാൽ ഒരു കുഴപ്പമില്ല. ഏതൊരു ലീവ് പീരീഡ് ശേഷമുള്ള ഹോളിഡേസ് ഇൻക്ലൂഡിംഗ് റെസ്ട്രിക്റ്റഡ് ഹോളിഡേസ്, ടീച്ചർ പറഞ്ഞ റെസ്ട്രിക്റ്റഡ് ഹോളിഡേസ് ഉൾപ്പെടെ നമുക്ക് സഫിക്സ് ചെയ്യാം. ക്ലിയർ? ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ ആണ് സർ, ക്ലിയർ ആണ്. ഓക്കെ. അപ്പൊ ഏത് ലീവ് പീരീഡിന് ശേഷം ഹോളിഡേസ് വന്നാൽ പ്രിഫിക്സ് ചെയ്യാം, ഏത് ലീവിന് ശേഷം ഹോളിഡേസ് വന്നാൽ സഫിക്സ് ചെയ്യാം. ഇടയിൽ ഹോളിഡേസ് വന്നാൽ അത് ഇന്റർവെൻ ചെയ്യാൻ കഴിയില്ല. ഇറ്റ് ഈസ് ട്രീറ്റഡ് ആസ് പാർട്ട് ഓഫ് ലീവ്. ഉദാഹരണത്തിന് നേരത്തെ ടീച്ചർ പറഞ്ഞതുപോലെ 1 ഉം 2 ഉം ഹോളിഡേസ് ഇദ്ദേഹം പ്രിഫിക്സ് ചെയ്യുന്നു. 3-ാം തീയതി മുതൽ 10-ാം തീയതി വരെ ലീവ് എടുക്കുന്നു. 10-ാം തീയതിക്ക് തൊട്ട് മുമ്പുള്ള 8 ഉം 9 ഉം ഇറ്റ് വിൽ ബി ട്രീറ്റഡ് ആസ് പാർട്ട് ഓഫ് ലീവ്. ലീവിന്റെ ഭാഗമായി കണക്കാക്കും. അപ്പൊ ഇദ്ദേഹം എത്ര ദിവസം ലീവ് എടുക്കണം? 3-ാം തീയതി മുതൽ 10-ാം തീയതി വരെ ലീവ് എടുക്കുമ്പോൾ കമ്പ്യൂട്ടർ ലീവോ ഹാഫ് പേ ലീവോ LW എടുക്കുകയാണെങ്കിൽ എത്ര ദിവസം ലീവ് എടുക്കണം? 5 days. 8 days. 5 days. അങ്ങനെ എടുക്കുമ്പോ സഫിക്സ് ഉണ്ടായിരിക്കില്ല, അതല്ലേ സാർ? എത്ര ദിവസം ഉറപ്പിച്ച് പറയൂ, എത്ര ദിവസം എടുക്കണം? 8 ദിവസം. 8 ദിവസം. 2, 4, 8 ദിവസം ലീവ് എടുക്കണം. ഇദ്ദേഹത്തിന് സഫിക്സ് ഉണ്ടാവില്ല, പ്രിഫിക്സ് മാത്രമേ ഉണ്ടാവൂ. ഓക്കെ സാർ. സാറേ ഒരു സംശയം. ഒരു ടീച്ചറെ പിന്നെ 7-ാം തീയതി വരെയാണ് ലീവ്, 8-ാം തീയതി പിന്നെ വർക്കിംഗ് ഡേ ആണ്, ശനിയാഴ്ച. ശനിയാഴ്ച വർക്കിംഗ് ഡേ ആണ്. അപ്പൊ ടീച്ചർ ശരിക്കും 8-ാം തീയതി ജോയിൻ ചെയ്യണം. അന്ന് നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ച വർക്കിംഗ് ഡേ ആണ്. അന്ന് ക്ലസ്റ്ററും ആയിരുന്നു. അപ്പൊ എന്താ ചെയ്യാ ടീച്ചർ? 8-ാം തീയതി ലീവായി പോകും. അല്ല, ആ ടീച്ചർ വന്നു ക്ലസ്റ്ററിന് പോയി. 7-ാം തീയതി വരെയാണ് ടീച്ചർ ഒരു 34 ദിവസം 7-ാം തീയതി വരെ ലീവ് എടുത്തു. 8-ാം തീയതി അവര് ക്ലസ്റ്ററിന് പോയി, 7-ാം തീയതി വരെ ലീവ് കൊണ്ടു. അപ്പൊ 8-ാം തീയതി നമ്മള് അപ്പൊ അവിടെ പിന്നെ സഫിക്സ് ഇല്ല അവർക്ക്. ഇല്ല. പിന്നെ 8-ാം തീയതി സ്കൂളിൽ ഒപ്പിടുകയാണോ വേണ്ടത്, അത് ഓടി മാർക്ക് ചെയ്യാ വേണ്ടത്? ഓടി മാർക്ക് ചെയ്യണം. അയാൾ സ്കൂളിൽ ഇല്ല. അല്ല, മറ്റൊരു സ്ഥലത്താണ് ഡ്യൂട്ടിക്ക് പോയത്. മറ്റൊരു സ്ഥലത്ത് ഡ്യൂട്ടിക്ക് പോയാൽ അവിടുന്ന് ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് കൊണ്ടുവരുമ്പോൾ അത് നമ്മൾ ഓടി രേഖപ്പെടുത്തും. ഓടി മാർക്ക് ചെയ്താൽ മതി അല്ലേ? പിന്നെ മതി, പ്രശ്നമില്ല. സാർ ഒരു ഡൗട്ട്. സാർ ഇതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം ചോദിക്കട്ടെ? പറഞ്ഞോളൂ. ഈ ഒരു ഭാഗത്ത് നിന്ന് മാത്രമേ ചോദിക്കാവൂ ഇപ്പോ. സാർ, ഒരാള് ലീവ് തന്നു, 20 ദിവസത്തേക്ക് ലീവ് തന്നു, പ്രിഫിക്സും സഫിക്സുമായിട്ട് കറക്റ്റ് ആക്കി തന്നെയാണ് തന്നത്. അങ്ങനെ വന്നപ്പോൾ 7-ാം തീയതി പെട്ടെന്ന് ലീവ് ഡിക്ലെയർഡ് ഹോളിഡേ, അയാൾ 7-ാം തീയതി വരെയാണ് ലീവ് തന്നിരിക്കുന്നത്. അപ്പൊ 7-ാം തീയതി ഡിക്ലെയർഡ് ഹോളിഡേ ആയാൽ അയാൾ നേരത്തെ ലീവ് തന്നിരിക്കുന്നത് കൊണ്ട് അയാൾ മൺഡേ തന്നെ വന്ന് ജോയിൻ ചെയ്യുള്ളൂ. പക്ഷെ ആ 7-ാം തീയതി അയാൾ കമ്മ്യൂട്ടഡ് ലീവാണ് തന്നിരിക്കണമെങ്കിൽ ആ 7 6-ാം തീയതി വരെ മാത്രമാണോ ലീവ് ആവുക, അതോ 7-ഉം കൂടെ ലീവിലേക്ക്? 6-ാം തീയതി മാത്രം. കാരണം റെസ്ട്രിക്റ്റഡ് ഹോളിഡേ പ്രഖ്യാപിച്ചാൽ അതും എന്ത് ചെയ്യാം, സഫിക്സ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു ദിവസത്തെ ലീവ് റദ്ദ് ചെയ്ത് 6-ാം തീയതി വരെയാക്കി ലീവ് ലിമിറ്റ് ചെയ്യും. 7-ാം തീയതി മുതൽ ഉള്ള വർക്കിംഗ് ഡേ, 7-ാം തീയതിയുള്ള ഹോളിഡേസ് സഫിക്സ് ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. ഓക്കെ. അതിന് വേറെ ആപ്ലിക്കേഷൻ വാങ്ങേണ്ടതുണ്ടോ സാർ? ഇയാളൊരു അപേക്ഷ വാങ്ങണം. ഓക്കെ. അപ്പൊ അപേക്ഷ കൊടുത്ത് ഇങ്ങനെ റെസ്ട്രിക്റ്റഡ് ഹോളിഡേ പ്രഖ്യാപിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എന്റെ ലീവ് 6-ാം തീയതി വരെ ആക്കി ചുരുക്കേണ്ടതാണ്. പക്ഷേ അറ്റൻഡൻസ് രജിസ്റ്ററിൽ നേരത്തെ ലീവ് കൊടുത്തത് കൊണ്ട് ഇങ്ങനെ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അറ്റൻഡൻസ് രജിസ്റ്ററിൽ എന്താണ് തുടർച്ചയായി ലീവ് മാർക്ക് ചെയ്യുന്നത് ഗുണകരമല്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ ഏത് സമയത്തും ഇദ്ദേഹത്തിന് ലീവ് അദ്ദേഹത്തിന്റെ അൺഅവൈൽഡ് പോർഷൻ റദ്ദ് ചെയ്ത് തിരികെ വരാൻ അനുവാദം ഉണ്ടല്ലോ. ഉണ്ട്. അപ്പോ നിങ്ങൾ 1-ാം തീയതി മുതൽ 25-ാം തീയതി വരെ ലീവ് അപേക്ഷ തന്നു എന്ന് കരുതി മുഴുവൻ എന്ത് ചെയ്തു,
ഇദ്ദേഹത്തിന്റെ ഒപ്പിടേണ്ട 25-ാം തീയതി വരെയും ഇപ്പോഴേ മാർക്ക് ചെയ്ത് വെച്ചാൽ അയാൾക്ക് അയാളുടെ ആ ലീവ് ആവശ്യമില്ലെങ്കിൽ ഇയാൾ എങ്ങനെ തിരികെ ജോയിൻ ചെയ്യും? അപ്പൊ കഴിയുന്നതും ഓരോ ദിവസത്തെ കമ്മ്യൂട്ടർ ലീവ്, 4-ാം തീയതി കമ്മ്യൂട്ടർ ലീവ്, 5-ാം തീയതി കമ്മ്യൂട്ടർ ലീവ്, 6-ാം തീയതി ഇനി ഇദ്ദേഹത്തിന് തിരിച്ചു വരണം, 6-ാം തീയതി സൈൻ ചെയ്യാം, തിരിച്ചു വരാം. സർവീസ് ബുക്കിൽ എഴുതി വെക്കില്ലേ ഒരാള് ലീവ് എടുക്കുമ്പോ? സർവീസ് ബുക്കിൽ അടുത്ത ഒരു എൻട്രി മാറ്റി എഴുതിയാൽ മതിയല്ലോ. ഒരു ദിവസത്തെ അൺഅവൈൽഡ് പോർഷൻ ഓഫ് ലീവ് ഇന്ന കാരണം കൊണ്ട് റദ്ദ് ചെയ്തു, ലീവ് എന്താണ് 6-ാം തീയതി മാത്രമാണ് അനുഭവിച്ചെന്ന് പറഞ്ഞ ഒരു രേഖപ്പെടുത്തൽ അവിടെ നടത്തണം. ഓക്കെ സാർ, മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ ഗ്രൗണ്ടിലെ ലീവ് എടുത്ത് വെച്ചപ്പോ സർട്ടിഫിക്കറ്റിൽ ഡേറ്റ് മാറ്റണം, അത് വേറെ, അത് നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മൾ സാധാരണ ലീവിനെ കുറിച്ചാണ് പറഞ്ഞത്. അത് വേറെ സാർ, അദ്ദേഹം അത് വിദേശത്താണ് പോയിരുന്നത്. അയാള് വിദേശത്തുനിന്ന് തിരിച്ചെത്തുന്നത് ശരിക്കും പറഞ്ഞാൽ 10-ാം തീയതിയെ തിരിച്ചെത്തുള്ളൂ. അപ്പോ വിദേശത്ത് പോയത് കൊണ്ട് അയാൾക്ക് ആ ഒരു ലീവ് നമുക്ക് അയാൾ സ്വദേശത്തില്ലല്ലോ, അപ്പൊ നമുക്ക് അത് അനുവദിക്കാൻ പറ്റുമോ? ആ 7-ാം തീയതി ഉള്ളത് അയാൾക്ക് അനുവദിക്കാൻ പറ്റുമോ ഡിക്ലെയർഡ് ഹോളിഡേ? അയാൾ 10-ാം തീയതിയെ ഇന്ത്യയിൽ എത്തുന്നുള്ളൂ. അപ്പൊ അയാൾക്ക് ആ ഒരു ലീവിന് അനുവദിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. കാരണം എന്താന്ന് പറഞ്ഞാൽ പിന്നെ ഇദ്ദേഹം അപ്പൻഡിക്സ് 12A-യും 12C-യും ഒന്നല്ലല്ലോ. മനസ്സിലായില്ലോ സാർ. അല്ല, വിദേശത്തേക്ക് 3 ആഴ്ചത്തേക്ക് പോയതാണ്. 3 ആഴ്ചത്തേക്ക് പോയതാണെങ്കിൽ ഈ 7, 8, 9 ഇദ്ദേഹത്തിന്റെ സേവനമൊന്നും അത്യാവശ്യമായി വന്നിട്ടില്ലെങ്കിൽ അയാൾക്ക് 7-ാം തീയതി പ്രിഫിക്സ് കൊടുക്കുന്നതിന് ഒരു കുഴപ്പമില്ല. ഓക്കെ. അന്ന് 7-ാം തീയതി ഇദ്ദേഹത്തിന്റെ ഒരു സേവനം ആവശ്യമുണ്ടായിരുന്നു, പക്ഷെ ഇദ്ദേഹത്തെ കിട്ടിയില്ല. അങ്ങനെ ഒരു ഘട്ടമാണെങ്കിൽ നമുക്ക് പ്രിഫിക്സ് അനുവദിക്കാൻ കഴിയില്ല. ഓക്കെ, സേവനമൊന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല. സാർ, സാധാരണ സ്കൂളിലെ നമ്മൾ ലീവ് പറഞ്ഞ അവിടെ HMോടെ ഒന്നിച്ച് ചേർത്ത് വെക്കല പതിവ്. അത് പറ്റില്ല എന്ന് ഇപ്പം ബോധ്യപ്പെട്ടില്ലേ? ഓക്കെ സാർ. അങ്ങനെ ചെയ്യുന്നത് അഭികാമ്യമല്ല. കാരണം ഒരാൾ ലീവ് കൊടുത്തു എന്നുള്ളത് കൊണ്ട് മാത്രം എന്താണ് അത് മുഴുവൻ എഴുതി വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് തിരികെ ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്യാതെ കുഴപ്പമൊന്നുമില്ല, അതിന് വേറെ വഴികളുണ്ട്. എങ്കിൽ പോലും അങ്ങനെ ചെയ്യാതിരിക്കലാണ് നല്ലത്. എന്നാ സാർ പിന്നെ അവർ തിരിച്ചു വന്നതിന്റെ ശേഷം രജിസ്റ്ററിൽ എഴുതിയാലും പോരെ? ശരിക്കും അത് പറ്റില്ല. ഇന്നത്തെ ലീവ് ഇന്ന് തന്നെ മാർക്ക് ചെയ്യണം. അതല്ലെങ്കിൽ സ്കൂളിൽ എന്ത് ചെയ്യും, ഒരു മാൽ പ്രാക്ടീസിനൊക്കെ സാധ്യതയുണ്ട്. ശരി ശരി. ഒരിക്കലും കോളം ബ്ലാങ്ക് ആയി നിൽക്കാൻ പാടില്ല. ഇനി വല്ല കാരണവശാലും ഒരാൾ ലീവ് അപേക്ഷ തന്നില്ല, ഇതേ ആണെങ്കിൽ എത്തിയിട്ടുമില്ല, മിനിമം എന്ത് ചെയ്യണം, ആ കോളത്തിൽ ഒരു ചുവന്ന വരയെങ്കിലും അവിടെ വരച്ചു വെക്കണം. ഒരു കുത്തിട്ട് വെക്കുക. കഴിഞ്ഞാൽ പെട്ടെന്ന് വന്ന് ഒപ്പിട്ട് കഴിഞ്ഞാൽ എന്താണ്, ചിലപ്പോ അബദ്ധവശാൽ എന്ത് ചെയ്യും, പിന്നെ ലീവാണെന്ന് ഓർക്കാതൊക്കെ ഒപ്പിട്ടൊക്കെ കോളം മാറി ഒപ്പിട്ടൊക്കെ പോകും. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, അതാത് ദിവസം കറക്റ്റായിട്ട് എന്തെങ്കിലും ഒന്ന് ചേർക്കണം. ഒന്നും ചേർക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ മിനിമം ഒരു വരയെങ്കിലും വിട്ടു വെക്കണം. ചില സ്കൂളുകളിൽ കാണുന്ന ഒരു പ്രതിഭാസം ഞാൻ പറയാം. ഒരാളെ കാണുന്നില്ല, അല്ലെ 10 മിനിറ്റ് വൈകി, ഉടൻ തന്നെ കാഷ്വൽ ലീവ് ചേർക്കും. ആരാ ഹെഡ് മാസ്റ്റർ അതിന് അധികാരം തന്നത്? ഒരാളുടെ ലീവ് അപേക്ഷ തരാതെ ലീവ് ചേർക്കാൻ ഹെഡ് മാസ്റ്റർക്കാർക്ക് അധികാരം? ഒരു ദിവസം കണ്ടില്ല, ഉടൻ മാർക്ക് ചെയ്യും CL. പറ്റുമോ സാർ? 3 ദിവസം ലേറ്റ് കമർ ഞാൻ ചോദിച്ചതിന് പറ, ചോദിച്ച കാര്യം പറ. അങ്ങനെ ചെയ്യാൻ പറ്റൂ ഇല്ലേ? പറ്റില്ല. പറ്റില്ല, ഉറപ്പിച്ച് പറഞ്ഞോളൂ, പറ്റില്ല. കാരണം സാറ് ലീവ് വിളിച്ചു പറഞ്ഞാൽ ചേർത്തൂടെ? ലീവ് വിളിച്ചു പറയാൻ വേണ്ടി ആർക്കും അനുവാദം കൊടുത്തിട്ടില്ല. എന്നാൽ ഒരു സ്കൂളിന്റെ സുഗമമായ പ്രവർത്തനത്തിന് മിനിമം സ്കൂൾ ഗ്രൂപ്പിൽ ലീവ് ഇടലും ഒക്കെ അല്ലെങ്കിൽ വിളിച്ചു പറയലൊക്കെ ഉണ്ട്. എങ്കിലും നമ്മുടെ സഹപ്രവർത്തകരോട് നമ്മൾ പറയേണ്ടത് മുൻകൂട്ടി തരാൻ പറ്റുന്നതാണെങ്കിൽ മുൻകൂട്ടി തരണം. ഇല്ലെങ്കിൽ തിരിച്ചു വന്ന് ആ പട്ടികയിൽ ഒപ്പുവെക്കുന്നതിന് മുമ്പേ എങ്കിലും ലീവ് അപേക്ഷ തന്നിരിക്കണം.
കാരണം ലീവ് മുൻകൂട്ടി തരണമെന്ന് പറയാൻ കാരണം എന്താണ്? ഹെഡ്മാഷ് ഇദ്ദേഹം ലീവ് എടുക്കുന്നു എന്ന് അറിയുമ്പോൾ മാത്രമല്ലേ ഇദ്ദേഹത്തിന് ലീവ് കൊടുക്കണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കാനാവും. ഇദ്ദേഹം ലീവ് എടുത്തൊക്കെ പോവുകയും ചെയ്തിട്ട് കൊടുക്കണ്ടെന്ന് വിചാരിച്ചാൽ നടക്കുമോ? അപ്പം അൺഓതറൈസ്ഡ് ആബ്സെൻസ് പോലെയുള്ള ഒരുപാട് കോംപ്ലിക്കേഷനിൽ കടക്കാതിരിക്കാൻ ഏറ്റവും നല്ലത് ലീവ് മുൻകൂട്ടി അപ്രതീക്ഷിതമല്ലാത്തതാണെങ്കിൽ മുൻകൂട്ടി സമർപ്പിക്കുക എന്നുള്ളതാണ്. അപ്രതീക്ഷിതമായ ചില സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ അപ്പൊ നമുക്ക് മറ്റു വഴികളുണ്ട്, അത് ആലോചിക്കാം. ശരി, അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഒറ്റ ചോദ്യം. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഞാനിങ്ങനെ സ്കൂളിലേക്ക് പോകുന്ന വഴി ആക്സിഡന്റ് ആയി എന്ന് പറഞ്ഞത്. അപ്പൊ 5-ാം തീയതിയാണ് ഞാൻ വീണത്. അപ്പൊ ഞാൻ എന്നാണ് ലീവ് കൊടുക്കേണ്ടത്? സ്കൂളിലേക്ക് പോകുന്ന വഴിയല്ലേ? 5-ാം തീയതി മുതൽ. നിങ്ങൾക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തരുന്നത് 5-ാം തീയതി മുതലല്ലേ? ഓക്കെ സർ. 5-ാം തീയതി മുതൽ ലീവ് പ്രവേശിക്കണം.